ഹായ്. ക്വീൻ എലിസബത്ത്, നരയിൻ, മീര ജാസ്മിൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന് എം പത്മകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. വേറെ ഒരു പണിയില്ലാതെ ചുമ്മാ ഇരുന്നുകൊണ്ട് മാത്രം എന്നാലൊരു സിനിമ കണ്ടേക്കാം എന്ന് വിചാരിച്ച് പോയി കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ടു ബി ഫ്രാങ്ക് കാണണ്ടില്ലായിരുന്നു എന്ന് തോന്നി. കാരണം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സിനിമ മൊത്തം ഒരു ശോകം മോഡിലാണ് പോകുന്നത്. അതായത് 1.5 മണിക്കൂറിൽ തീർക്കേണ്ട ഒരു സിനിമ 2.5 മണിക്കൂറിലേക്ക് വലിച്ചു നീട്ടിയ പോലെ ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. ഇത് നായികയായിട്ട് വരുന്നത് മീര ജാസ്മിൻ ആണ്. ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അങ്ങനെ ബോൾഡ് എന്ന് മാത്രമല്ല, അവര് വേറൊന്നിലേക്കും ശ്രദ്ധിക്കാതെ ഇൻഡിപെൻഡന്റ് ആയി, ഫാമിലിയും വേണ്ട, അച്ഛനും അമ്മയും വേണ്ട, ബാക്കി ആരോടും ഒന്നും പറയില്ല, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ പോലും തിരിച്ചു പറയില്ല, ഒരാളോട് ചിരിക്കില്ല, വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. അങ്ങനത്തെ ഒരാള്, അയാളോട് ഇഷ്ടം തോന്നുന്ന ഈ ക്യാരക്ടറിന് നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണ് നരയിന്റെ കഥാപാത്രം. സോ അവരുടെ പ്രണയം ഒരു വഴിയിലൂടെ നടക്കുന്നുണ്ട്. മീൻസ് ഇങ്ങനെ പ്രണയിക്കാൻ, കുപ്പിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നായികക്ക് സംഭവിക്കുന്ന അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം, അതിനുശേഷം അവർക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സിനിമയിൽ പറയുന്നത്. പക്ഷെ ആ ഒരു സംഭവം സംഭവിക്കുന്നതിന് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി സിനിമ ചേഞ്ച് ആവുകയാണ്. അതുവരെ കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ട് പോയ സിനിമ പിന്നീട് അങ്ങോട്ട് ഈ ഒരു സംഭവത്തിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി മുഴുവനായിട്ട് വളരെ ലാഗായിട്ട് വളരെ വലിച്ചു നീട്ടിയ രീതിയിൽ ഇങ്ങനെ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇഷ്ടപ്പെട്ടവരുണ്ടാവും കേട്ടോ, പക്ഷെ എൻ്റെ ടേസ്റ്റിന് പറ്റിയ സിനിമയേ അല്ലായിരുന്നു. പക്ഷെ ഭയങ്കര ബോറടിച്ചു പോയി എന്നെല്ലാം പറയുന്നത്. എന്തൊക്കെയോ അതിലുണ്ട്. അതായത് എൻഡിങ്ങിൽ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും ചേഞ്ച് വരുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ ഒരു പ്രതീക്ഷ ഉള്ളിലുണ്ട്, എന്തെങ്കിലും സംഭവിക്കായിരിക്കും, ഇവർക്ക് ഇനി എന്തായിരിക്കും ചേഞ്ച് ആവും എന്നുള്ളൊരു സംഭവം കുറച്ചൊക്കെ കൊണ്ടുവരാൻ ഡയറക്ടർക്കും തിരക്കഥയ്ക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അതങ്ങോട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നില്ല. മാത്രമല്ല, ആ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വമ്പൻ ട്വിസ്റ്റായി, പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റായി പോയി. ശരിയാണ്, പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ്. പക്ഷെ അത് നിർഗന്ധലയ്ക്ക് ഒരൊറ്റ തന്ന പോലെയാണ് തോന്നിയത്. കാരണം ഇവർ കോണോത്തിലെ ട്വിസ്റ്റായി പോയി. ഈ ഉമ്പലും കഞ്ഞിയായി എന്നൊക്കെ പറയില്ല നമ്മൾ, ആ രീതിയിലുള്ളൊരു അവസ്ഥയായിരുന്നു. ഭയങ്കര വൃത്തിയിട്ട ട്വിസ്റ്റായി പോയി. കാരണം ശ്വേതാമേനോൻ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ അതൊക്കെ എൻഡിലേക്ക് വന്നപ്പോൾ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി ആയിപ്പോയി. അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുന്ന പ്രതീക്ഷ പോലും പോയൊരവസ്ഥയായിരുന്നു. പിന്നെ ഇതിൽ മെയിൻ പ്രശ്നമായിട്ട് തോന്നുന്നു, നമുക്ക് കറക്റ്റായിട്ട് ഇന്നത് പറയാൻ തോന്നുന്നില്ല. കാരണം ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണോ, അതോ ഇനി ക്യാരക്ടേഴ്സ് ആ സ്ക്രിപ്റ്റിലേക്ക് കറക്റ്റ് ഇറങ്ങി ചെല്ലാത്തതിന്റെ വിഷയമാണോ, അതോ ഇനിയിപ്പോൾ ഈ സ്ക്രിപ്റ്റ് തന്നെ കറക്റ്റായിട്ട് അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ വർക്കൗട്ട് ആവാത്തതുകൊണ്ട് ഈ ക്യാരക്ടേഴ്സിന് പെർഫോം ചെയ്യാൻ പറ്റാതെ വന്നാണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇവർ രണ്ടും വരുന്നത്. ഇപ്പൊ മീര ജാസ്മിൻ ആണെങ്കിലും നരയനാണെങ്കിലും അത്യാവശ്യം നല്ല വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ തമിഴിലാണെങ്കിലും മീര ജാസ്മിൻ ഇത് മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സാണ്. പക്ഷെ അവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടോ എവിടെ ഒരു വീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ കഥാപാത്രങ്ങൾക്ക് ഒന്നുകൂടെ ഇൻവോൾവ് ആയിട്ട് ചെയ്യാത്ത പോലത്തെ ഒരു അവസ്ഥയുണ്ട്. അതിനിപ്പോൾ അവരുടെ പെർഫോമൻസിന്റെ ആണോ, അത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിന്റെ ആണോ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ ഒരു ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ ഒരു 20 മിനിറ്റ് മാത്രം, ഞാൻ പറഞ്ഞില്ല, അതിന് ശേഷം തന്നെ പിന്നെ അങ്ങോട്ട് വളരെ സ്ലോ ആയി പോവുക. പിന്നെ ഈ ബോൾഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്തരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അത്തരം ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കഥാപാത്രം നേർ വിപരീതമായിട്ട് ഒരു ഒറ്റയടിക്ക് ചേഞ്ച് ആവുകയാണ്. അതായത് ഇത് കണ്ണ് ഇമ്മി തുറക്കുമ്പോഴേക്കും അയാളുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതൊക്കെ കുറച്ച് അത്ര അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമുക്ക് അത്ര കൺവിൻസിങ് അല്ല. അതൊന്നും കൂടെ നമ്മളിലേക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഥയ്ക്ക് പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിന്റെ ഇടയിലേക്ക് എസ്പെഷ്യലി ക്ലൈമാക്സിന് കുറച്ച് മുമ്പ് ഭാഗത്ത് ഇവര് ബീച്ചിലെങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് വരുന്നൊരു ഫ്ലൂട്ട് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ 1-2 സ്ഥലങ്ങളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൈസായിട്ട് തോന്നി, അത്യാവശ്യം ഫീലിംഗ് ആയിട്ട് തോന്നി. പിന്നെ വളരെ ഗൂസ് ബംസ് തരാൻ, അല്ലെങ്കിൽ ഒരു നമുക്കിങ്ങനെ ഇപ്പൊ അമ്മയും അച്ഛനായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാൾ, അങ്ങനത്തെ ഒരു മകൾ, അമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാത്ത, അധികം സംസാരിക്കാത്ത, എടുത്താൽ തന്നെ എന്തെങ്കിലും ആ ഈ എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന, വീട്ടിലേക്ക് എത്ര വിളിച്ചാലും പോകാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം പെട്ടെന്ന് അമ്മയും അച്ഛനായിട്ട് സ്നേഹം കാണിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് അവർക്ക് തരാൻ ശ്രമിക്കുന്ന ആ ഒരു ബന്ധം, ആ ഒരു ആഴം, ആ ഒരു കണ്ണ് നിറയിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ ക്രിഞ്ചായിട്ടാണ് ഇതിൽ ഫീൽ ചെയ്തത്. കാരണം വളരെ നമുക്കൊരു ആ ഒരു ഫീലിന് അപ്പുറത്തേക്ക് അയ്യേ എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് ഇവരത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ആ ഒക്കെ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അതൊരു, പക്ഷേ ഈ കഥയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാത്തതുകൊണ്ടാണ്, അതിന് ആ കഥയുടെ ഒരു തോൽവി തന്നെ ആയിരിക്കും ഒരു പക്ഷേ. അത് നമ്മൾ അതിലേക്ക് ശരിക്ക് പ്രേക്ഷകനെ കൊണ്ടുചെല്ലാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്ന് തോന്നി.
പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ജൂഡ് ആന്റണി ചെറിയൊരു കഥാപാത്രമേ ഉള്ളൂ, പക്ഷെ ഉള്ള ഭാഗം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോണി ആന്റണി ഉണ്ട്, ടിപ്പിക്കൽ നമ്മൾ കാണുന്ന തരം കഥാപാത്രം തന്നെയാണ്, ചെറിയ ഒരു ക്യാരക്ടറാണ്, അല്ലാണ്ട് എടുത്തു പറയത്തക്ക പെർഫോമൻസുകളൊന്നും ഇല്ല. ഈ പ്രധാന കഥാപാത്രങ്ങളെക്കാളും മികച്ചതായി ചെയ്തു എന്ന് തോന്നിയത് മീര ജാസ്മിന്റെ ഫ്ലാറ്റിൽ സെർവന്റ് ആയിട്ട് ചെയ്യുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള, അവിടെ പേര് കറക്റ്റ് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, മഞ്ജു വിശ്വനാഥാണോ മഞ്ജു പിള്ളയാണോ അങ്ങനെ എന്തോ ഒരു പേരാണ്, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പേര് കിട്ടാത്തതുകൊണ്ടാണ്. ശരിക്കും അവര് വളരെ നന്നായിട്ട് ചെയ്തു. ഒരു പക്ഷേ മീര ജാസ്മിനേക്കാൾ നന്നായിട്ട് ചെയ്തു എന്ന് ഫീൽ ചെയ്ത ഒരേ ഒരു കഥാപാത്രം അത് മാത്രമാണ്, ബാക്കിയെല്ലാം ഒരു ശോകാവസ്ഥ തന്നെയായിരുന്നു. സോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ എൻ്റെ ടേസ്റ്റ് ചേർന്നിട്ടുള്ള സിനിമയല്ല. എനിക്ക് എന്തായാലും ഡിസപ്പോയിന്റ് ആണ്. ഡിസപ്പോയിൻമെന്റ് മാത്രമാണ് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു 1.5 മണിക്കൂറിലൊക്കെ തീർത്തിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒരു ഫാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു എന്ന് തോന്നി. എനിവേ, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഞാനൊരു 4.5 ഔട്ട് ഓഫ് 10 അത്രേ ഉള്ളൂ. പിന്നെ തിയേറ്ററിൽ പോയി കാണുന്ന ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. OTT വരികയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാവുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. വൺ ടൈം വാച്ചബിൾ ഒന്നും പറയുന്നില്ല. ചില ആളുകൾക്ക് ഒരു പക്ഷേ വർക്കൗട്ട് ആയേക്കാം എന്ന് മാത്രം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ